ഇതുപോലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പറയും പണ്ട് പട്ടേൽ പ്രതിമ ഉണ്ടാക്കി ഗുജറാത്തില്. 3000 കോടി രൂപ മുടക്കി വല്ല വട്ടുണ്ടോ, കാക്ക കാഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ലേ എന്നൊക്കെയാണ് ഇവിടെ ചോദിച്ചത്. ഞാനിത് കാണാൻ വേണ്ടി ഗുജറാത്തിൽ പോയി. അപ്പോൾ അവര് പറഞ്ഞു 3000 കോടി ഞങ്ങൾ മുടക്കി, ഇപ്പൊ 10,000 കോടി പിരിഞ്ഞു കഴിഞ്ഞു, 36,000 പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു. ഒരു പ്രതിമയാന്ന് ഓർക്കണം. ആ പ്രതിമ എന്ന് പറയുന്നത്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അത് 16 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം വനമായിരുന്ന, മലയായിരുന്ന പ്രദേശം വലിയ ടൗൺ ആയി മാറിക്കഴിഞ്ഞു. ആ പ്രദേശത്തുള്ള വനത്തിനകത്തെ ആദിവാസികൾ മുഴുവൻ ഇപ്പൊ അവിടെ യൂണിഫോം ഇട്ട് പണിയെടുക്കുന്ന ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു കടമെടുക്കലും കടം വിനിയോഗിക്കലുമാണ് ഭാരതത്തിൽ നടക്കുന്നത്. അതായത് നമ്മൾ 100 രൂപ കടം മേടിച്ചാൽ ആ കടം മേടിച്ച പൈസ കൊണ്ട് 150 രൂപ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളിപ്പോ സമയക്കുറവ് കൊണ്ട് ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബജറ്റ് വിഹിതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പണ്ടെല്ലാം ബജറ്റ് ആയുധം വാങ്ങാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ആയുധം ഉണ്ടാക്കി 36 രാജ്യങ്ങൾക്ക് വിൽക്കുക. ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന വിമാനം അമേരിക്ക ബുക്ക് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞാൽ ചുമ്മാ തള്ളുക എന്ന് പറയും. പക്ഷെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ലോകം മുഴുവൻ നമ്മുടെ ബാറ്റൺ ടാങ്കുകൾ, നമ്മുടെ മിസൈലുകൾ, നമ്മളുടെ എല്ലാ വിധത്തിലുള്ള ബോംബുകൾ, ഇതെല്ലാം തന്നെ ലോകം മുഴുവൻ ഇന്ന് വിറ്റഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ പ്രതിരോധ രംഗത്ത് നമ്മൾ വാരിക്കോരി ചെലവഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നേരെ തിരിച്ച് നമ്മൾ ആയുധം വിറ്റ്, നമ്മൾ പാറ്റൺ ടാങ്ക് വിറ്റ്, നമ്മൾ യുദ്ധക്കപ്പൽ വിറ്റ്, നമ്മൾ ഫൈറ്റർ ജെറ്റുകൾ വിറ്റ് പണം തിരിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സാമ്പത്തിക ശക്തി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കിത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ മക്കൾ ഇത് മുഴുവൻ കാണും. കാരണം നമ്മൾ തന്നെ ചിന്തിക്കാത്ത വിധത്തിലുള്ള അതിഭീകരമായ, അങ്ങനെ വേണം പറയാൻ, നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വമ്പിച്ച പുരോഗതിയാണ് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരു ചില്ലി പൈസയുടെ അഴിമതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് കണ്ടുപിടിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല, വിദേശ സർവേ നടത്തിയ ശക്തികൾക്ക് കഴിഞ്ഞില്ല, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ 1% അഴിമതി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ 11ാമത്തെ വർഷത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു രാജ്യം ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട വസ്തുതയാണ്. ഈ വസ്തുതകൾ ജനങ്ങൾ അറിയാതിരിക്കാനും ചർച്ച ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് ഇതാ നമ്മൾ സാമ്പത്തികമായിട്ട് തകരാൻ പോകുന്നേ, നമുക്ക് ഭയങ്കര വിദേശ കടമാണ്, വിദേശ കടം വാണം പോലെ ഉയരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ, കോൺഗ്രസ്, ജിഹാദി ശക്തികൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത്. അവര് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഇതുപോലെ ഉരുളക്കുപ്പേരി പോലെ കറക്റ്റ് കണക്ക് വെച്ച് മറുപടി പറയാൻ ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അരമണിക്കൂർ ആയതുകൊണ്ട് ഞാൻ ഒരു ടഫ് സബ്ജക്റ്റ് ആണ്, ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. ഇത് സാധാരണ ആൾക്കാർക്ക് അത്ര രസകരമായിട്ട് സൂഹിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോ മറ്റൊരു കാര്യം നമ്മൾ ചർച്ചയിൽ പറഞ്ഞില്ല എങ്കിൽ പോലും പൊതുജനം ഉയർത്തുന്ന ഒരു ചോദ്യമാണ്, ഡോളറിനെതിരായിട്ട് രൂപയുടെ മൂല്യം കുറയുകയാണല്ലോ, ഇടിയുകയാണല്ലോ, ഇല്ലേ ബൈജു? അത് ചോദിക്കാൻ എഴുതുന്ന ചോദ്യം. ഇല്ല, ഞാന് സാർ പിന്നെ അത് മറ്റൊരു ദിവസം സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചു. അതുപോലെ ഇവിടെ ഒരു സജഷൻ വന്നിട്ടുള്ളതാണ് മുരളീധരൻ നായർ എന്നുള്ള ആളുടെ. അഡ്വക്കേറ്റ് ജയസുരൻജി കൈൻഡ്ലി ഡു എ ഡിസ്കഷൻ ഓൺ ഡെപ്റ്റ് മെയ്ഡ് ബൈ മൻമോഹൻ സിംഗ്സ് ടൈം എസ്പെഷ്യലി ബേസ്ഡ് ഓൺ പെട്രോൾ. ഒരു സബ്ജക്റ്റ് ആണ് അദ്ദേഹത്തെ, അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. മാത്രമല്ല സർ, ഇതിൽ എനിക്കൊരു ചോദ്യമായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത്, അതായത് ഇപ്പൊ 6.5 പതിറ്റാണ്ട് ഇവിടത്തെ ഭരിച്ച ആ ഒരു UPA സർക്കാരിന്റെ ഭരണമൊക്കെ നമ്മൾക്കറിയാം. അത് നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാം അറിയാം. ഇത് മാജിക് ആണ്, എന്തെങ്കിലും മാജിക് കാണിച്ചിട്ടാണോ ഈ നരേന്ദ്രമോദിജി ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിൽ 3ാം സ്ഥാനത്തേക്കൊക്കെ കുതിച്ചു കയറുന്നത്? എങ്ങനെയാണ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക? ഇതിൽ യാതൊരു മാജിക്കും ഇല്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന 2 കാര്യങ്ങളെ മോദിജി ചെയ്തിട്ടുള്ളൂ. നമ്പർ 1, അഴിമതി 1% ഞാൻ അനുവദിക്കില്ല. അഴിമതിയുടെ നിഴലെങ്കിലുമുള്ള ഒരാളും എന്റെ മന്ത്രിസഭയിൽ ഒരു നിമിഷം ഉണ്ടായിരിക്കില്ല എന്ന് 11 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട്. അഴിമതി തുടച്ചു നീക്കി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് നമുക്കറിയാമല്ലോ. വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്ന ആ കോടികൾ പോലും പിടിച്ചെടുത്തു. 2ാമത്തെ കാര്യം, ഗവൺമെന്റ് ഒരു പണം മുടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും.
ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. പണ്ട് വിദേശത്തേക്ക് ഇന്ത്യയിലെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിമാനം നിറയെ പത്രലേഖകരെ കൊണ്ടുപോകാൻ 100-200 പത്രലേഖകരെ കൂടെ കൊണ്ടുപോകുക. വ്യവസായികൾ, ബിസിനസ്സുകാർ ഇവരെല്ലാം കൊണ്ടുപോകാം. ആ പരിപാടി അങ്ങ് നിർത്തി. പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഒരു പത്രക്കാരനും കൂടെ വരണ്ട. കാരണം നിങ്ങൾക്കൊക്കെ അവിടെ ബ്യൂറോ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വാർത്ത ഞങ്ങളുടെ ഇൻഫർമേഷൻ ബ്യൂറോ വഴി സർക്കാർ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് വഴി അങ്ങ് തരുന്നത് അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായില്ല. ആദ്യമൊക്കെ മുറുമുറുപ്പുണ്ടായി, പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെലവ് ചുരുക്കൽ എന്ന് പറയുന്നത് അവിടെ മുതൽ തന്നെ അദ്ദേഹം കാണിച്ചു തന്നു. പ്രധാനമന്ത്രി 11 വർഷമായി, വയസ്സ് 75 കഴിഞ്ഞു, ഒരു പൈസ ഇന്ന് വരെ ചികിത്സാ ചെലവ് എഴുതിയെടുത്തിട്ടില്ല. നമ്മുടെ ഇവിടെ ഡൂക്കിൽ MLA വരെ കോടികൾ എഴുതിയെടുക്കുക. ആരെങ്കിലും ചോദിച്ചാൽ പറയും ഇത് ഞങ്ങളുടെ റൈറ്റ്, അവകാശം. ആരാ അവകാശം ഉണ്ടാക്കുക? അവര് തന്നെ. കോടികളാണ് എഴുതിയെടുക്കുന്നത് ഇവിടുത്തെ ഓരോ MLA. മന്ത്രിമാരുടെ കാര്യം പിന്നെ പറയാനില്ല. നരേന്ദ്രമോദി ഒരു പൈസ ഇതുവരെ എടുത്തിട്ടില്ല. ചെലവ് ചുരുക്കലാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി പറയാം. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഒരു കേന്ദ്രമന്ത്രി, ഇപ്പോഴല്ല പഴയൊരു മന്ത്രി, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വിമാനത്താവളത്തിലേക്ക് പോവുകയാണ് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് പുറപ്പെടാൻ 1 മണിക്കൂറേ സമയമുള്ളൂ. ഇദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഡൽഹി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. എയർപോർട്ടിനടുത്ത് എത്താറായപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ ഇതാണ്: ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ ഉടനെ ഓഫീസിലേക്ക് എത്തണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് ഇനിയിപ്പോ അരമണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് പോകാൻ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇനി ഓഫീസിലേക്കൊന്നും വരാൻ പറ്റിയല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല, ഓഫീസ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, തിരിച്ചു വന്നേ പറ്റുമെന്ന്. ഞെട്ടിപ്പോയി ഇയാള്. ഫ്ലൈറ്റ് പോയാൽ ഫോട്ടോ എന്ന് പറഞ്ഞ് മന്ത്രി തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോ ഒറ്റ ചോദ്യമേ ഉള്ളൂ: ആരോട് ചോദിച്ചിട്ടാ വിദേശത്ത് പോകുന്നേ? അതുകൊണ്ട് ഓഫീസിൽ ഇരുന്ന് പണിയെടുത്താൽ മതി, വിദേശത്ത് പോകാൻ നേരത്തെ ഞങ്ങൾ പറയാം. ഇതാണ് നരേന്ദ്രമോദി. അപ്പോ ഒരു യാത്ര പോലും നടക്കുന്ന കാര്യമല്ല. എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുള്ള ഒരു കാര്യം പറയാം. ഞാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഡൽഹിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ പോയി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയല. അവിടെ ചെന്നപ്പോ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് ടാക്സി പിടിച്ചു വന്നു എയർപോർട്ടിൽ നിന്ന്. ഇനിയിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഓ, ഇനി നിങ്ങൾ ടാക്സി ഒന്നും പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ബെല്ലടിച്ചു. ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, ഇദ്ദേഹത്തെ എവിടെയാ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് വൈകുന്നേരം ഇദ്ദേഹം താമസിക്കുന്നിടത്ത് കൊണ്ടുവിട്ടേക്കണം എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാ പോയെന്നറിയോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഒരു 1-ാം തരം കാറ് ഡ്രൈവർ സഹിതം എനിക്ക് തന്നിരിക്കുക. ഒരു ഫുൾ ഡേ എനിക്ക് നടക്കാം, ഒരു പൈസയും മുടക്കണ്ട. ഇന്ന് ആ പരിപാടി ഇല്ല. നരേന്ദ്രമോദി വന്നപ്പം മന്ത്രിക്ക് പോലും ഇതുപോലെ ചുമ്മാ ഇറങ്ങി നടക്കാൻ പറ്റില്ല, കാറ് കൊടുത്തിട്ടില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇതുപോലെ ഓരോ കാര്യങ്ങൾ. എയർ ഇന്ത്യ എങ്ങനെയാ ഒളിഞ്ഞു പോയത്? എയർ ഇന്ത്യയിൽ ഒരു ദിവസം ഞാൻ ആസാമിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവാണ്. എയർ ഇന്ത്യ വിമാനത്തില് നിറയെ ആൾക്കാരാണ്. അവസാനമാണ് എനിക്ക് മനസ്സിലായത്, ഞാനടക്കം 12 പേര് ടിക്കറ്റ് എടുത്തവരുള്ളൂ. ബാക്കി മുഴുവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസും ഗവൺമെന്റ് ഗസ്റ്റും ആണ്. അവർക്ക് ടിക്കറ്റ് വേണ്ട. വെറുതെ അല്ലല്ലോ 62,000 കോടി രൂപയ്ക്ക് അത് കടം കയറി മുടിഞ്ഞ് അവസാനം ടാറ്റയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ഇതാണ് ഇന്ന് ഈ സാമ്പത്തിക സുരക്ഷയുടെ ലക്ഷണങ്ങൾ. ഞാൻ ഇതിന്റെ മുഴുവൻ കാരണങ്ങളിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: അഴിമതി നിരോധിച്ചു, പൈസ ചെലവാക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാത്രമാക്കി. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഈ സാമ്പത്തിക പുരോഗതി ഭാരതം നേടിയെടുത്തത്. സാറേ, ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നിരുന്നാലും ഞാനത് ലാസ്റ്റ് ചോദിക്കുകയാണ്. ഇപ്പോ GDP എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ പല ചർച്ചകളും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ലളിതമായ കുറഞ്ഞ വാക്കുകൾ, എന്താണ് സാർ GDP? ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു വീട് മാത്രം എടുക്കാം. ഒരു വീട്ടില് ഒരു മാസം എത്ര രൂപ വരുമാനമുണ്ട്, ആ വീട്ടിൽ എത്ര പേര് പണിയെടുത്തിട്ടാണ് ഈ പണം വരുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പൊ ഒരാൾക്ക് ശമ്പളമുണ്ട്, അല്ലെ 2 പേർക്ക് ശമ്പളമുണ്ട്. അപ്പൊ 2 പേര് പണിയെടുത്തതിന്റെ ശമ്പളം വന്നു. പിന്നെ കൃഷിയുണ്ട്, കൃഷിയിൽ നിന്ന് വന്നു. പശുവിനെ വളർത്തുന്നുണ്ട്, പാല് വിറ്റു, ചാണകം വിറ്റു, അങ്ങനെ വന്നു. ഇനി അവസാനം വീട്ടിലിരുന്ന പഴയ പാത്രമെല്ലാം കൂടെ തൂക്കി വിറ്റു, അങ്ങനെ വന്നു. പാഴ്മരം വെട്ടി വിറ്റു, അങ്ങനെ വന്നു. ഇങ്ങനെയുള്ള എല്ലാം കൂടെ കൂട്ടി ഒരു വീടിന്റെ ഒരു മാസത്തെ വരുമാനം എത്രയാണ് എന്ന് പറയുന്നത് പോലെ ഓരോ രാജ്യത്തിനും മൊത്തമായിട്ടൊരു വരുമാനമുണ്ട്, ഓരോ സംസ്ഥാനത്തിനും മൊത്തമായിട്ടൊരു വരുമാനമുണ്ട്. ഇപ്പൊ ഇതാണ് ഈ GDP എന്ന് പറയുന്നത്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പിന്നെ വ്യക്തിപരമായിട്ട് എടുക്കാം.
ഒരു വ്യക്തിക്ക് എത്ര വരുമാനമുണ്ട്, ഒരു കുടുംബത്തിന് എത്ര, ഒരു വ്യക്തിക്ക് എത്ര, ഒരു സംസ്ഥാനത്തിന് എത്ര, ഒരു രാജ്യത്തിന് എത്ര. അപ്പൊ രാജ്യത്തിന്റെ മൊത്തമായ വരുമാനത്തെ കണക്ക് കൂട്ടി പറയുന്നതിന്റെ പേരാണ് GDP. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്.